ആരും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഏതൊരു ഘട്ടം വന്നതിന് ലാസ്റ്റ് നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ എൻ്റെ ഒരു പരിചയക്കാരനായിട്ട് ഞാൻ ഫോൺ വെച്ച് പുള്ളിക്ക് എമർജൻസി ആയിട്ട് നാട്ടിൽ പോകണം. നോക്കുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല. പക്ഷെ അൽഹംദുലില്ലാ എനിക്ക് സഹായിക്കാൻ പറ്റി. പക്ഷെ ആ സഹായം ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ ഇത് മെഹബൂ പറയുന്നില്ല. പക്ഷെ ആ സഹായിക്കാൻ എങ്ങനെ പറ്റി എന്നുള്ള ഒരു കാര്യം ഇതിൽ ഞാൻ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. സംഭവം വെച്ചാൽ ഇപ്പോഴത്തെ പുതിയായിട്ട് വരുന്ന പ്രവാസി പിള്ളേരൊക്കെ നിങ്ങൾക്കെല്ലാം കൂടിയിട്ടുള്ള സംഭവമാണ്. എന്ന് വെച്ചാൽ അധികം ആൾക്കാരും പൈസ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അടിച്ചു പൊളിച്ച് തീർക്കും, പകുതിയാകുമ്പോഴത്തേക്കും തീരും ചെയ്യും, പിന്നെ പോക്കറ്റിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്കിത് എങ്ങനെ സഹായിക്കാൻ പറ്റി എന്നുള്ളതൊരു മെത്തേഡാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. നമുക്കൊരു ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്താക്കുക, ഒരു 50-30-20 എന്നുള്ളതിൽ സ്പ്ലിറ്റ് ചെയ്യുക. ഇപ്പൊ 50% നിങ്ങളെ ബേസിക് ചെലവിന് ഉപയോഗിക്കും. നിങ്ങളെ റെന്റ്, നാട്ടിലേക്ക് അയക്കാനുള്ള പൈസ, സ്കൂളിലെ ഫീസ്, നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ, ഇതിനെല്ലാം വേണ്ടി ഉപയോഗിക്കുക. ഒരുപാടുണ്ട് നിങ്ങളുടെ ബേസിക് ചെലവ്. പിന്നെ ബാക്കി ഒരു 30%, പിന്നെ 20 കിട്ടും. 30% നിങ്ങൾ അടിച്ചു പിടിക്കാൻ വെച്ചോ. നിങ്ങൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക, നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിക്കുക, എന്താ വേണ്ട ചെയ്യുക. പിന്നെ 20% നിങ്ങൾ മാറ്റി വെക്കുക. അത് കടിച്ചു പിടിച്ച് മാറ്റി വെച്ചോ. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഇതില്ലെങ്കിലും നിങ്ങൾക്ക് പറ്റും. അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങളെ ലൈഫിലേക്കൊന്നൊരു മാറ്റം വരുത്തിയൊക്കെ പറ്റും. ഞാനും ഒരു ഘട്ടം നിങ്ങളെ പോലെ തന്നെയായിരുന്നു. പൈസ കിട്ടിക്കഴിഞ്ഞാൽ പൊള്ളുകൂടി. പക്ഷെ ഈ ഒരു ഇതിലേക്ക് വന്നേരം എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടി. അതും കൂടി മനസ്സിലാക്കിച്ചിട്ട് നിങ്ങൾ തുടങ്ങിക്കോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും.